വെൽക്കം ടു എച്ചുപോഡ്. യെസ്, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ ഇവിടെ അടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെതായിട്ടുള്ള തിരക്കിലായിരിക്കും അല്ലേ? യെസ്, അപ്പോൾ നമ്മുടെ ഹിന്ദിയുടെ കേസിൽ നമുക്ക് 4 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. 3 യൂണിറ്റ് എന്താ നമ്മൾ മുഴുവനായിട്ടും പഠിച്ച് സെറ്റായി ക്രിസ്മസ് എക്സാം എഴുതിയിരിക്കുകയാണ്. യെസ്, അപ്പോൾ 4ാമത്തെ ആ യൂണിറ്റ് നമ്മൾ കുറച്ചധികം പ്രാധാന്യം കൊടുക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? 4 യൂണിറ്റും പൂർണ്ണമായിട്ട് പഠിക്കുക വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ 4ാമത്തെ യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലഡ്കി എന്ന് പറയുന്ന ONV കുറുപ്പിന്റെ ഒരു കവിതയാണ് അല്ലേ? യെസ്, അപ്പൊ എന്താണ് ഈ ആമ്പൽ പൂവുമായി ബന്ധപ്പെട്ട് ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ പങ്കുവെക്കുകയാണ്. ഗോവയിൽ പോയ സമയത്ത് എന്ത് ചെയ്യാണ്? അദ്ദേഹം ഒരു അമ്പലത്തിൽ പോവാണ്. ആ സമയത്ത് ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ കവിതയിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ 6 മാർക്കിന് ഇത്തവണ ചിലപ്പോൾ മോഡൽ എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കാം നമുക്ക് ആസ്വാദന ടിപ്പണി വരുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ആസ്വാദന ടിപ്പണി നോക്കാം. നോക്കിക്കേ, കവി ശ്രീ ONV കുറുപ്പ് एक बार गोवा के प्रसिद्ध श्री मंगेश मंदिर गए थे. അല്ലേ? ONV കുറുപ്പ് എന്താ ഗോവയിൽ പോയ സമയത്ത് എവിടെ പോയിട്ടുണ്ടായിരുന്നു? യെസ്, മങ്കേഷ് മന്ദിറിൽ ഒരു തവണ പോയി. പോയ സമയത്ത് വഹാം കി ഏക് ഘടന കെ ആധാർ പർ യേ കവിത ലിഖി ഗയി ഹെ. അവിടെ പോയ സമയത്ത് ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ഗോവ കി രാജധാനി പഞ്ചിം സെ 21 കിലോമീറ്റർ ദൂർ പർ മങ്കേഷ് മന്ദിർ. യെസ്, ഗോവയിൽ എന്താണ്? യെസ്, ഒരു 21 കിലോമീറ്റർ അകലെയാണ് എന്ത് വരുന്നത്? യെസ്, മങ്കേഷ് മന്ദിർ വരുന്നത്. ബഹത് പുരാൻ ദേവാലയ ഹേ. ഇത് ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള ഒരു അമ്പലമാണ്. യഹാം കെ പൂജാ ദ്രവ്യോമേ മുഖ്യ ഹേ കുമുദ് ഫൂൽ. അപ്പൊ അവിടെ ഈ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ വളരെ പ്രാധാന്യമേറിയത് എന്തായിരുന്നു? ആമ്പൽ പൂവായിരുന്നു. മന്ദിർ കെ നിക്കട് ഹി ഏക് കുമുദ് സരോവർ ബി ഹെ. ആ അമ്പലത്തോട് ചേർന്ന് ചെന്നുണ്ടായിരുന്നു? യെസ്, ഒരു ആമ്പൽ കുളവും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ 1ാമത്തെ പാരഗ്രാഫ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേടാ. ഭക്തോं के कुमुद बेचने के लिए कई लोग वहां गए हैं. അപ്പൊ അവിടെ വരുന്ന ഭക്തർക്കൊക്കെ ഈ ഒരു ആമ്പൽപ്പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ്? യെസ്, അവിടെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യില്ല. അത് വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും. ഉന്മേ കുച്ച് ലഡ്കിയാം ബി തി. അവിടെ എന്താണ്? കുറച്ച് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. वे मार्गदर्शी के रूप में कोने में गड़ी होकर कह रही थी कि यहाँ भगवान का इष्ट नैवेद्य कुमुद फूल है. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരു കോർണറിൽ ഇങ്ങനെ നിന്നിട്ട് വരുന്ന ഭക്തരോട് പറയും എന്താ? യെസ്, ഇവിടത്തെ എന്താണ് ദൈവത്തിന്റെ ഇഷ്ട നൈവേദ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ആമ്പൽ പൂവാണ് കേട്ടോ എന്ന് എന്ത് ചെയ്യും? ഈ വരുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. लंबे टंडलों के चौरों पर घिले श्वेत कुमुद फूल मृत जल साम जैसी लग रही है. അപ്പൊ നമുക്കറിയാം എന്താ? ആമ്പലിൽ എന്താണ്? വലിയ തണ്ട് ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താണ്? ഇങ്ങനെയുള്ള വലിയ തണ്ടിലുള്ള ആ അറ്റത്ത് കിടക്കുന്ന ഈ ആമ്പൽ പൂവിന് എന്താണ്? യെസ്, ഒരു ചത്തു പോയിട്ടുള്ള ഒരു നാഗവുമായിട്ടാണല്ലോ. ആ ഒരു രീതിയിലാണ് എന്താ കവി ഇവിടെ ഉപമിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? യേ ഫൂൽ ലിയേ ഹുയേ ലഡ്കിയാം കഹ് രഹി തി മേരെ ഹാത്ത് സേ ലേ ലേ മേരെ ഹാത്ത് സേ ലേ ലേ. ഈ പൂ വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾ എന്താ വിളിച്ചു പറയുന്നത്? യെസ്, എന്റെ കയ്യിൽ നിന്ന് മേടിക്കൂ, എന്റെ കയ്യിൽ നിന്ന് മേടിക്കൂ എന്ന് അവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മുർജായെ ഫൂൽ കെ സൂഖി ടണ്ടൽ ജൈസി ഏക് ലഡ്കി കവി കെ ആക്കർ ഗടി ഹോഗി. ഈ ഒരു വാടിയ ആമ്പൽ പൂവിന്റെ തണ്ട് പോലെ ഇരിക്കുന്ന ഒരു കുട്ടിയിലെ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. വഹ് ദീൻ സ്വർ മേ കവി സേ യേ പ്രാർത്ഥന കർത്തി തീ കി ഉസ്കെ ഹാത്തോं के फूल ले ले. അവള് വളരെ ദയനീയമായിട്ട് സങ്കടത്തോടു കൂടി പറയാണ് എന്താ? എന്റെ കയ്യിൽ നിന്ന് പൂ മേടിക്കൂ എന്ന് കവിയോട് വളരെ ദയനീയമായിട്ട് പറയുന്നുണ്ടായിരുന്നു. कवि ने फूल के दाम के रूप में एक छोटा सिक्का उसके हाथों में रख दिए. അങ്ങനെ എന്ത് ചെയ്തു? ആ പൂവിന് പകരമായിട്ട് എന്താണ്? ഒരു നാണയം എന്ത് ചെയ്തു? യെസ്, ഒരു കോയിൻ എന്ത് ചെയ്തു? അവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. തബ് കവി കി ദൃഷ്ടി ലഡ്കി കി ചേഹ്രെ പർ പടി. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? കവി അവളുടെ മുഖം കാണാൻ ഇടയാവുന്നത്. ആ സമയത്ത് നോക്കിക്കേടാ. ഫൂൽ കെ സമാൻ ഉസ്കാ മുഖ് ബി മുർഛായേ ഹുയേ ഥേ. പൂ പോലെ തന്നെ എന്തായിരുന്നു? അവളുടെ മുഖവും പൂർണ്ണമായിട്ടും വാടിയിട്ടുണ്ടായിരുന്നു. കവിക്കോ ലഗാ കി യേ ഫൂൽ കി ലഡ്കി കാ അന്ന ഹേ. ആ സമയത്ത് കവിക്ക് തോന്നാണ് എന്ത്? ഈ ഒരു പൂ എന്ന് പറയുന്നത് അവളുടെ അന്നമാണ്, അവളുടെ ഭക്ഷണമാണ്. ഫൂൽ കാ ധാം ലഡ്കി കോ ദേക്കർ ലഡ്കി കി ഭൂഖ് മിട്ടാനെ സേ ജോ പുണ്യ മിലേगा वह शायद भगवान को നൈവേദ്യ ചഠാനെ പർ ബി നഹി മിലേगा. അപ്പൊ കവി ചിന്തിക്കാണ് എന്താ? ഒരു പക്ഷേ ഞാൻ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് അതായത് ഈ പൂ വാങ്ങിച്ചിട്ട് ദൈവത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എനിക്ക് എന്ത് ചെയ്യും? പുണ്യം ഏതിൽ കിട്ടും? ഈ ഒരു കുട്ടിയുടെ വിശപ്പ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമെന്ന് കവിക്ക് തോന്നാണ്. യഹി
കവി സോച്താ ഹേ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? കവി ചിന്തിച്ചത്. കവി സിkke ലഡ്കി കെ ഹാത്ത് മേ രഖ് കർ ബിനാ ഫൂൽ ലിയേ കാലി ഹാത്ത് ആകെ ബഡേ. എന്നിട്ട് എന്ത് ചെയ്തു? ആ നാണയം അവരുടെ കയ്യിലേക്ക് വെച്ചിട്ട് പൂ മേടിക്കാതെ എന്ത് ചെയ്തു? അദ്ദേഹം അങ്ങോട്ട് നടന്നു നീങ്ങുകയാണ് ചെയ്യുന്നത്. യെസ്, അപ്പൊ ഈ ഒരു കവിതയുടെ ആസ്വാദൻ ടിപ്പണി എന്ന് പറഞ്ഞ ഒരു ചോദ്യം വന്നാൽ 6 മാർക്കിന് നിങ്ങൾക്ക് ഇത് എഴുതാം. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്, നമ്മുടെ 4ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഈ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. യെസ്, അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് മിസ് വരും. യെസ്, അപ്പോൾ എന്ത് ചെയ്യുക? ഈ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം.